വന്ന് കയറും മോളെ, വന്ന് കയറാൻ. ഹലോ അനാമിക, ഇവിടെയുള്ള കാര്യങ്ങളും ഓക്കെയാണ്. കാശിയെ എമർജൻസി ഓപ്പറേഷന് തിയേറ്ററിലേക്ക് കയറ്റി. ഏതോ ഡോക്ടർ രാമമൂർത്തി വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു. അതിന് ഡാഡിയാടാ, ഞങ്ങളിതാ ഇവിടെ എത്തി. I think the child will be all right now, but constant ആയിട്ട് BP മോണിറ്റർ ചെയ്യണം. ഷുവർ സർ. சார், என்னாச்சு? என் குழந்தைக்கு எப்படி இருக்கு? எனக்கு அவரை கொஞ்சம் பார்க்கணும் சார். അതെ, പേടിക്കാനൊന്നുമില്ല. ഇപ്പൊ കുട്ടി ചെറിയൊരു മയക്കത്തില. കുറച്ച് താമസിച്ചായിരുന്നു നിങ്ങൾ എത്തിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ കുട്ടിയെ രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ല. പിന്നെ മൂർത്തി സാറിൻ്റെ സംയോജിതമായ ഇടപെടൽ. அபி, நீ என் புள்ள எனக்கு திருப்பி தந்தாச்சு. ஆண்டவன் உனக்கு நல்லதான் மறுத்துவேன். இவன் இல்லாத என் புள்ள இப்ப இருக்க மாட்டேன். അണ്ണ, ഇപ്പം അതേ ഉള്ളൂ, ബാക്കി ഞാൻ പിന്നെ തരാം. ഞാനൊരു മനുഷ്യനാടോ. സഖാവേ, ഒരു 50 രൂപയുണ്ടോ കടമായിട്ട് തരാൻ? 50 രൂപയോ? എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒന്നുമില്ല. ഞാൻ എമിലി മിസ്സിനോട് ചോദിച്ചിട്ട് തന്നാൽ മതിയോ? ഞാൻ വെറുതെ ചോദിച്ചതാ. എനിക്ക് നന്മ തന്ന കൂട്ടുകാരിക്ക് നല്ലത് വരുത്തട്ടെ. ഞാൻ ഇന്നലെയും ഇന്നും മുഴുപട്ടിണിയായിരുന്നു.
ഇതെന്താടി പതിവില്ലാതെ? നീ എന്താ എനിക്ക് വല്ല സമയം കൽപ്പിച്ചിട്ടുണ്ടോ നിന്റെ അടുത്തേക്ക് വരാൻ? ഓ എൻ്റെ പൊന്നോ, ഇങ്ങനെ ഒരു പതിവില്ലാത്തോണ്ട് ചോദിച്ചതേ ഉള്ളൂ. എന്തു പറ്റി? എനി പ്രോബ്ലം? അതേടെ, ചെറിയൊരു പ്രശ്നമുണ്ട്. അത് പരിഹരിക്കാൻ നിനക്ക് മാത്രമേ കഴിയൂ. എനിക്കോ? കോളേജിൽ ഇത്രയും കാലത്തെ ജീവിതത്തിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒട്ടുമിക്ക രഹസ്യങ്ങളും ഞാൻ നിന്നോടേ പറഞ്ഞിട്ടുള്ളൂ, ഒന്നൊഴികെ. ഇപ്പോഴും അത് പറയാനുള്ള ഒരു മാനസികാവസ്ഥയൊന്നും എനിക്കില്ല. എന്നാലും ഇനിയും അത് മനസ്സിലിട്ട് നടക്കാൻ എനിക്കാവില്ല. നീയൊന്ന് തെളിച്ച് പറ. എനിക്കൊരാളെ ഇഷ്ടമാണ്. ആരെ? മറ്റാരെയോ അല്ല, നമ്മുടെ അഭിമന്യുവിനെ. പലവട്ടവും ഞാൻ അവൻ്റെ പുറകെ എൻ്റെ ഇഷ്ടം പറഞ്ഞ് നടന്നിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും എന്നെ ഒന്ന് മനസ്സിലാക്കാൻ അവൻ ശ്രമിച്ചിട്ടില്ല. ആതിര, എനിക്ക് വേണ്ടി നീ അവനോടൊന്ന് സംസാരിക്കണം. അവൻ്റെ എല്ലാ പോരായ്മകളും മനസ്സിലാക്കി തന്നെയാണ് ഞാൻ അവനെ സ്നേഹിച്ചത്. വെറും ഒരു ക്യാമ്പസ് ത്രില്ലായിട്ട് ഇതിനെ കാണരുത്. എനിക്ക് വേണ്ടി ഒരേ ഒരു തവണ നീ അവനോട് സംസാരിക്കണം. ഇഷ്ടമെന്നൊരു വാക്ക്, അത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നത്. നിന്നിലൂടെ നല്ലൊരു മറുപടി, അത് മാത്രമേ ഞാനിപ്പോൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. സഖാവിന് ജീവിതം ഒരു ഓടക്കുഴൽ പോലെയാണ്, ഒഴിഞ്ഞതും ഒന്നുമില്ലാത്തതും. എന്നാൽ അതിൽ നിന്നൊഴുകുന്ന മധുര സംഗീതം വിസ്മയകരമാണ്. അതുപോലെ അഭിമന്യു, നീയെന്നും വിസ്മയമാണ്. ഞാൻ ഉരുകുന്ന കനലും ഞാൻ പെയ്യുന്ന മഴയും അത് നീയായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോകുന്നു. ആ ഗേറ്റിനടുത്ത് ചേർത്ത് 2 എണ്ണം വെച്ചോ. ആ, നീ ഇത് അവിടെ കൊണ്ടുവയ്ക്കി. ഞാനിത് അവിടെ വെച്ചു. ഞങ്ങളിത് വെച്ചോളാം. വാടാ. എന്നാ നീ പോയി വെച്ചിട്ട് വാ. മാറിക്കോ. നിനക്കുറപ്പുണ്ടോ അത് നിയാസ് തന്നെയാണെന്ന്? ഉറപ്പില്ല, പക്ഷെ നിലത്ത് വീണ് ഈ ലഘുലേക്ക് എടുക്കാൻ വേണ്ടി മൊബൈൽ തെളിച്ചപ്പോൾ ഒരു സംശയം പോലെ. ക്യാമ്പസുകളിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് കോളേജ് ഫ്രണ്ടിൻ്റെ ലക്ഷ്യം. പിന്നെ കൂടെയുള്ളവരാരാണെന്ന് മനസ്സിലായിട്ടും മറച്ചുവെക്കുകയൊന്നുമല്ലല്ലോ? ഒരിക്കലുമല്ല. എൻ്റെ ദാരിദ്ര്യമല്ലാതെ മറ്റൊന്നും ഞാൻ സഖാവിൽ നിന്ന് മറച്ചു വെച്ചിട്ടില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, അവർ ക്യാമ്പസിന് പുറത്തുള്ളവരാണ്. അവർക്ക് വഴികാട്ടിയായത് മൊബൈൽ വെളിച്ചത്തിൽ ഞാൻ നിലക്കണ്ട ആ അവ്യക്തരൂപവും. വളരെ സൂക്ഷിക്കണം. അവരാരെന്നോ എന്തെന്നോ അറിയുന്നത് അപ്പോൾ മുഹമ്മദ് നിയാസിന് മാത്രമാണ്. അവരൊന്ന് നിരീക്ഷിക്കുക തന്നെ വേണം. ഈ ഒരു സാഹചര്യത്തിൽ ക്യാമ്പസിൽ നമ്മുടെ അജണ്ട നടപ്പിലാക്കുക എന്നത് അത്ര എളുപ്പമല്ല. എന്തുകൊണ്ട് പറ്റില്ല? നമ്മളുടെ ആശയം തീവ്ര മതപരം തന്നെയാണ്. അതിന് ക്യാമ്പസിലെത്തിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. മതേതര സംഘടനകളുടെ ഇടയിൽ സ്പർദ്ധകളുണ്ടാക്കി കോളേജിൽ വേരുറപ്പിക്കണം. അതിന് നേതാക്കളെ തന്നെ ലക്ഷ്യം വെക്കണം. അതിനേക്കാൾ ഉപരി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്, അഭിമന്യു. ആബിദയും ജെയിൻ വിൻസനും തമ്മിലുള്ള പ്രണയം ഒരു വിവാഹത്തിൽ അവസാനിക്കാൻ പോവുകയാണ്. 2 പേരും പ്രായം തികഞ്ഞവർ, ഒരു നിയമ തടസ്സവും ഇല്ല. നടത്തിക്കൊടുക്കാൻ അഭിമന്യുവിനെ പോലെ ഒരാൾ തയ്യാറാവുകൂടെ ചെയ്താൽ എന്തു ചെയ്യും? കൊല്ലണം. ആശയങ്ങളെ വേരുറപ്പിക്കാൻ ചോര ചിതറണം. അക്രമത്തിന്റെ വഴികളിലൂടെ സകല ജനാധിപത്യ മര്യാദകളെയും ഭയപ്പെടുത്തി നിർത്തണം.